1590-കളിൽ കുത്തുബ് ഷാഹികൾ പണികഴിപ്പിച്ച മനോഹരമായ ചാർമിനാർ 2007-ൽ സ്ഫോടനമുണ്ടായിട്ടും ഇന്നും ഉലയാതെ പിടിച്ചു നിൽക്കുന്ന 10,000 പേരെ വരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള എൻ്റെ മോനെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ജാതി ഫോട്ടോ പണ്ടകാരം ഫോട്ടോ കേട്ടോ. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുതാത്തൊരു കാര്യമാണ് ഒരു ദിവസമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ. ഹേ ഗുഡ് മോർണിംഗ്. ഒരു മനോഹരമായിട്ടുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇത് ഒരു അടിപൊളി സൺറൈസ് ഒക്കെ നമുക്കിവിടെ കാണാം. നമ്മുടെ കോണ്ടിനെൻ്റൽ GT എന്ന കഫേ റേസറിൽ നമ്മളൊരു ലോങ് റൈഡ് പോവാണ്. ഒരു 1500 കിലോമീറ്ററോളം ഉള്ളൊരു റൈഡായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് കുറേ ഒരു അടിപൊളി സ്ഥലങ്ങളിലേക്കെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു യാത്രയിൽ കംപ്ലീറ്റ് ആയിട്ടും കൂടെ ഉണ്ടാവുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതൊരു 2 പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ പാർട്ട് നമ്മൾ ഹൈദരാബാദിലെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളും എല്ലാം കാണാം. ഇത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗോദാവരി നദിയുടെ മുകളിലുള്ള പാലത്തിൽ കൂടെ ഉണ്ടോ. ഗോദാവരി നദി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഗംഗ നദി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഏറ്റവും വീതിയുള്ള ഭാഗത്ത് 6 കിലോമീറ്ററിലധികമൊക്കെ വീതി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയൊരു നദിയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഈ ഒരു പാലം തീരുന്നില്ല ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. ഭയങ്കര മനോഹരമാണ്. ഇപ്പോൾ കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര കൾച്ചറലായിട്ടും ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒരു നദിയാണ്. ഗോദാവരി എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവരൊക്കെ അതിന് വിളിക്കുന്നത്. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. ഞാൻ ഈ ഒരു റൈഡിങ് ജാക്കറ്റിനകത്ത് അതിൻ്റെ ഒരു തെർമൽ ലൈനറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്കൊരു ഡിസ്കംഫർട്ടൊന്നുമില്ല. നല്ല രസമായിട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട്, ചൂടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു റൈഡ് ഇന്നത്തെ ഒരു നമ്മുടെ ടോട്ടൽ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600-650 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹൈദരാബാദിലെത്തും. അപ്പോൾ ഞാൻ ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള വിശാഖപട്ടണത്തിൽ നിന്നാണ് ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എൻ്റെ മോനെ രാവിലെ മുതലുള്ള റൈഡിൻ്റെ ക്ഷീണം എല്ലാം കഴിഞ്ഞിട്ട് ആ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ നേരത്തെ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ കുറേ നടന്നിട്ട് അവർ പറഞ്ഞു തന്ന ഒരു ബിരിയാണി ഇട്ടെന്ന് പറഞ്ഞ് പറഞ്ഞു തരുന്ന സ്ഥലത്തേക്ക് ഇതാ എത്തി. നമ്മൾ 1935 പണിത ബാങ്ക് സ്ട്രീറ്റിലുള്ള ഈ ഒരു ഗ്രാൻഡ് ഹോട്ടൽ. എൻ്റെ മോനെ കിട്ടില്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചിക്കൻ ബിരിയാണി കിട്ടും. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എനിക്ക് തോന്നുന്നു മട്ടൻ ബിരിയാണിയാണ്. ഞാൻ ഒരു ഫുഡിയൊന്നുമല്ല, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് ബിരിയാണി ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹൈദരാബാദ് വരുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഹലോ ഹൈദരാബാദ്. അങ്ങനെ പല പ്ലാനുകളും പൊളിഞ്ഞെങ്കിലും നമ്മൾ അവസാനം ഇവിടുത്തെ മെയിൻ ഏരിയ ആയിട്ടുള്ള ചാർമിനാറിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ശ്രീ ഭാഗ്യലക്ഷ്മി ടെമ്പിൾ കാണാം. അവിടെ മക്ക മസ്ജിദ് ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു വേറെ എന്തൊരു മസ്ജിദൊക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ എൻ്റെ മുകളിൽ കൂടി കയറിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. എന്തായാലും നല്ലൊരു ഫീലാണ്. എനിക്ക് സാധാരണ ഇങ്ങനത്തെ ഒരു മോണുമെൻറ്റ്സ് ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ വരാറൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടെ ഷോപ്പ് ചെയ്യണമെങ്കിൽ ഒത്തിരി സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ഇതേ ചാർമിനാറിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ വ്യൂ ആണ് കേട്ടോ. നമുക്കെന്തായാലും മുകളിലേക്ക് കൂടി കയറാം. ഞങ്ങൾ ദൂരെ റെഡ് കളർ ഇങ്ങനെ ഒരു മിനാരം പോലെ കാണാം. അതിവിടുത്തെ ഹൈക്കോടതിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇത് ഏത് പാലസ് ആണെന്ന് ഓർക്കുമായിരുന്നു. പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഹൈക്കോടതിൻ്റെ ബിൽഡിംഗ് ആണെന്ന്. അപ്പോൾ എന്തായാലും സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോകണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്തായാലും കാണാനത്. തിരക്കുണ്ടോ?
ഇവിടുന്ന് കുറച്ചുകൂടി നന്നായിട്ട് മക്ക മസ്ജിദ് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് മറ്റ് സഫർഗഞ്ച് മ്യൂസിയവും അതുപോലെ ചോമല്ല പാലസൊക്കെ അവധിയാണെങ്കിലും ഇന്നത്തെ പള്ളിയിൽ ഉച്ചയ്ക്ക് ഇവിടെ കൂടാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ആയിരത്തി 590കളിൽ കുത്തുബ് ഷാഹികൾ പണിയെടുപ്പിച്ച മനോഹരമായ ചാർമിനാർ, അതായത് 4 മിനാരങ്ങൾ, അതിനോട് ചേർന്ന് തന്നെയുള്ള അതിമനോഹരമായ മക്കയിൽ നിന്ന് വരെ കൊണ്ടുവന്ന മണ്ണുപയോഗിച്ച് പണിത മക്ക മസ്ജിദ് 1600കളിലാണ് ആ ഒരു മസ്ജിദ് പണിതത്. അങ്ങനെ കുത്തുബ് ഷാഹികളുടെയും പിൽക്കാലത്ത് വന്ന മുഗളന്മാരുടെയും അതിമനോഹരങ്ങളായ കുറേ സൃഷ്ടികൾ ഈ ഒരു സിറ്റിയിൽ നമുക്ക് കാണാം. ആദ്യകാലത്ത് കുത്തുബ് ഷാഹികളുടെ കേന്ദ്രമായിരുന്ന ഗോൾക്കൊണ്ടയിൽ നിന്ന് പിന്നീട് ഹൈദരാബാദിലേക്ക് ആ ഒരു തലസ്ഥാനം മാറ്റിയപ്പോൾ അവർ പണിതതാണ് ചാർമിനാർ എന്ന ഈ ഒരു മനോഹര രൂപം. ചാർമിനാറും അതിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് സ്റ്റാളുകളും 2007ൽ സ്ഫോടനമുണ്ടായിട്ടും ഇന്നും മുലയാതെ പിടിച്ചു നിൽക്കുന്ന 10,000 പേരെ വരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള മക്ക മസ്ജിദും എല്ലാം ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്. എൻ്റെ മോനെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ജാതി ഫോട്ടോ, പണ്ടകാരം ഫോട്ടോ കേട്ടോ. ഞാൻ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വെറുതെ അല്ല, ഇവിടെ ഞാൻ കയറിയപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മുകളിൽ നിന്ന് ഫുൾ ഹൈദരാബാദ് സിറ്റി കാണാമെന്നൊക്കെ. ബാംഗ്ലൂർ വെറുതെ തള്ളാണെന്ന്. പക്ഷേ എന്തായാലും എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഹൈറ്റിലാണിത്. എന്നിട്ട് ഭയങ്കര പല സെക്ഷൻസ് ആയിട്ടുണ്ടല്ലോ. ഏറ്റവും മുകളിൽ എനിക്ക് തോന്നുന്നു ഒരു മസ്ജിദ് ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പണിതങ്ങ് വെച്ചേക്കും. ഇവിടെ കുറേ കല്ലുകളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടും വേറൊരു വെറൈറ്റി വൈബായിട്ടും തോന്നി. ഒരുപാട് പഴക്കമുള്ള ഒരു സംഭവമാണ് ഇത്. ഒത്തിരി വർഷങ്ങളായിട്ട് പല ഡൈനാസ്റ്റികൾ ഇങ്ങനെ കൈമാറി വന്നിട്ട് ഉള്ളൊരു ഫോട്ടോ ആണിത്. ഇങ്ങോട്ട് വരുന്ന വഴിക്കും വേറെ അങ്ങനെ ഒരു ചെറിയ ഫോട്ടോ, ഒരു തകർക്കപ്പെട്ടൊരു ഫോട്ടോ ഉണ്ട്. പക്ഷേ നമ്മൾ ആ റോഡ് ആ ഒരു ഫോട്ടോൻ്റെ ഒരു പാട്ടിൻ്റെ അകത്തോടെ തന്നെയാണ്. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ടെമ്പിൾ ഉണ്ട്. ഈ കാണുന്ന മസ്ജിദൊന്നും അല്ലായിരുന്നു കേട്ടോ. അതങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ. ദേ വിൽ നോട്ട് ലൈയിങ് ആക്ച്വലി. ഫുൾ സിറ്റി കാണാം ഇവിടുന്ന്. വാവ്. ഏറ്റവും ടോപ്പ് അതല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് ആക്ച്വലി ഏറ്റവും ടോപ്പ്. മോനെ ഒരു സൈഡ് കാണിച്ചു തരാം. ഫുള്ള് ഏകദേശം ഈ ഒരു ഫോർട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിറ്റി കിടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സൈഡായില്ലേ, ഇവിടെ മുതൽ അവിടെ വരെ ആ ഒരു ഫോട്ടോ ഉണ്ട്. ബ്യൂട്ടിഫുള്ളി ബിൽഡ് മാൻ. സമ്മതിയില്ല. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഈ ഇവരെ സോൾജേഴ്സ് എവിടെയായിരിക്കും ഒളിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ സ്പോർട്സൊക്കെ കാണില്ലേ. മീൻസ് അവർക്ക് ഒളിച്ചിരുന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്പോർട്സ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കൂടെ ചിന്തിക്കുന്നൊരു സംഭവമായിരിക്കും. ഇത്രയും നമ്മൾ കയറാൻ കഷ്ടപ്പെടുകയാണ്, എങ്ങനെ പണിതുണ്ടാക്കിയിരിക്കും എന്ന്. കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടോ, കുറേ ഇതിൻ്റെ അകത്തിങ്ങനെ ഒരു കരിങ്കല്ല് വെച്ചിട്ട് മേഞ്ഞേക്കാണ്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ മുകളിൽ പാറക്കലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് അടുത്തൊരു സൈഡാണ്. അവിടെ കുറച്ചുകൂടി വലിയ ബിൽഡിങ്സൊക്കെ ഉള്ള ഹൈദരാബാദ് സിറ്റിയുടെ ഭാഗങ്ങൾ എനിക്ക് കാണാം. അവിടെ ഫുൾ അങ്ങനെ വലിയ ഫ്ലാറ്റ്സൊക്കെ കാണാം കേട്ടോ. സൂപ്പർ. വെറുതെ അല്ല ഹൈദരാബാദ് വരുന്നവർ പറയുന്നത് ഈ ഒരു ഫോട്ടോ മിസ് ചെയ്തിരുന്നു. അത്ര കിടുവാണ്ടോ, ഒരു രക്ഷയില്ല. ഈ മുകളിൽ കയറി വന്ന് കഴിയുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് പൊള്ളിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫോഗി ആയിട്ടുള്ളൊരു ഈവനിങ് ആണ് കേട്ടോ ശരിക്കും. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കുറച്ച് കുറവാണെങ്കിലും ഇവിടെ കുറേ കാട് പോലത്തെ ഒരു ഏരിയ, 1-2 ചെറിയൊരു വാട്ടർ ബോഡീസൊക്കെ കാണാം, ലേക്ക് പോലെ. അങ്ങകലെ കുറേ ബിൽഡിങ്സ് കാണാം. ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു ആർമിയുടെ ഒരു ക്യാമ്പൊക്കെ കാണാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ലൈറ്റ് നേരെ സൂര്യനെ ഇതിലേക്ക് അടിക്കുന്നതുകൊണ്ട് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് റിയലി സൂപ്പർ മാൻ. അപ്പോൾ ഹൈദരാബാദ് വരുന്നവർ ഒരിക്കലും ഒഴിവാക്കരുതാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. നമുക്ക് എന്തായാലും ഇനി അങ്ങനെ സമയമൊന്നുമില്ല. ഏകദേശം 4 മണിയൊക്കെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും. ഇത് അടയ്ക്കാറാം 5 മണി വരെയൊക്കെയാണ്. ഇതിനടുത്ത് തന്നെ കുത്തുബ് ഷാഹി ടോംബ് ഉണ്ട്. അതുപോലെ ഈ ജവഹർലാൽ നെഹ്റു സുവോളജിക്കൽ പാർക്കൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളി സ്ഥലങ്ങളായിരുന്നു. പക്ഷേ നമുക്ക് അതിലേക്കൊന്നും പോകാനുള്ളൊരു സമയമില്ല. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കേണ്ടവരപ്പോൾ മാക്സിമം സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്
കാണുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയത് ഇത്രയൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം പള്ളിയിൽ ചിലവഴിച്ചു. അങ്ങനെയൊക്കെയാണ് സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തത്. അതുപോലെ ഞാനവിടെ കുറച്ച് നേരം ആ ഒരു ചാർമിനാറിൻ്റെ ഭാഗത്തൊക്കെ തെണ്ടി തിരിഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് ജസ്റ്റ് കാണണമെന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3-4 സ്ഥലങ്ങൾ, ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഒരു ദിവസത്തിനകം തന്നെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുതാത്തൊരു കാര്യമാണ്, ഒരു ദിവസമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ മെയിൻ പോയിൻ്റ് ആയിട്ടുള്ള റാമോജി റാവ് ഫിലിം സിറ്റി എന്ന് പറയുന്നത്. എനിക്ക് റാമോജി റാവ് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യമേ റാംജി റാവ് എന്നായിട്ട് റാംജി റാവ് സ്പീക്കിംഗ് ഓർമ്മ വന്നിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഫിലിം സിറ്റി, അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം ഉള്ളെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. 2 ദിവസം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു പാക്കേജ് 1150 രൂപയാണെന്ന് തോന്നുന്നു. ആ ഒരു പാക്കേജ് എടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കയറി ഇറങ്ങിയൊക്കെ വരാം. അവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റ് മുതൽ 3700 രൂപയൊക്കെ വരെയുള്ള 2 ദിവസത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്ന അങ്ങനത്തെ റേറ്റിലുള്ള പാക്കേജസ് ഒക്കെ ഉണ്ട്. സാധാ ബസ്സിൽ പോവുകയാണെങ്കിൽ കറക്കുകയാണെങ്കിൽ അവർ ചെറിയ ക്യാഷും, അതുപോലെ ബെൻസിൽ കറക്കുവാണെങ്കിൽ കൂടുതൽ മണിയും, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അത് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട് 25 രൂപയൊക്കെ വെച്ചാണ്ട് എല്ലാ സ്ഥലത്തും തന്നെയുള്ള ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട, എല്ലായിടത്തും തന്നെ മുകളിൽ കയറി വരുമ്പോഴൊക്കെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്നാലും എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ദാഹിച്ച് വരുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവർ വെള്ളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തരമട്ടി മോസ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്തല്ലായിരുന്നു മോസ്കെങ്കിലും വേറൊരു ചെറിയൊരു മോസ്ക് കൂടി ഉണ്ട് ഇവിടെ കേട്ടോ. ഈ ഫോർട്ടിൻ്റെ ഞാൻ കയറിപ്പോയൊരു സൈഡല്ല, മറ്റേ വശത്താണ് ആക്ച്വലി ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ലോണൊക്കെ ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. എന്തായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന രീതിയിലുള്ള ഒരു മനോഹാരിതയാണ് ഈ ഹൈദരാബാദ് സിറ്റി എൻ്റെ മുന്നിൽ കാഴ്ചവെച്ചത്. ഇവിടുന്ന് കുറേ കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് പണ്ടുണ്ടായിരുന്ന ഈ ഒരു കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയുടെയും അതിനുശേഷം വന്ന മുഗൾസിൻ്റെയും അവരുടെയൊക്കെ എഫക്റ്റ് നമുക്കിവിടെയുള്ള നിർമ്മിതികളിലും ഇവിടുത്തെ കൾച്ചറിലും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഹിന്ദിക്കും തെലുങ്കിനും അതുപോലെ ഉറുദുവിനും ഒക്കെ ഇവിടെയുള്ളൊരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, എനിക്ക് ഒരുപാട് പാൻ ഷോപ്സ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. അവിടെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ മുക്കിലും മൂലയ്ക്കും ഓരോ പാൻ ഷോപ്സ് അങ്ങനെ കാണാൻ പറ്റി. അതുപോലെ ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും ഇറാനി ടീയും ഇറാനി ബിസ്ക്കറ്റ്സ് ഒക്കെ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 10 മണി കഴിയുമ്പോഴാണ് കുറച്ചുകൂടി വരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു സംഭവം ഒന്നുകൂടെ ആക്റ്റീവായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റോഡ് മാനേഴ്സൊക്കെയാണ്. അപ്പോൾ ഒരുപാട് സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത്, സൗത്ത് ഇന്ത്യയിൽ തന്നെയല്ല ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ആളുകളുടെ റോഡ് മാനേഴ്സിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടുത്തെ ഒരു പ്ലാനിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു വലിയൊരു ലോങ് റോഡിൽ തന്നെ ഒരുപാട് യൂ ടേൺസ് ഒക്കെ കൊടുത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഈ ഒരു സിറ്റിയുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റിയായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം പറയാട്ടോ അതിനെക്കുറിച്ചുള്ള എന്താണെന്നുള്ളത്. ഇവിടെ എനിക്ക് ആക്ച്വലി വിസിറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ചാർമിനാറും അതുപോലെ മക്ക മസ്ജിദും ഗോൾക്കൊണ്ട ഫോർട്ടും മാത്രമാണ്. എൻ്റെ ലിസ്റ്റിൽ കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നുകൊണ്ട് തന്നെ ഈ സഫർജംഗ് മ്യൂസിയവും അതുപോലെ ചൗമാല പാലസ് ഒക്കെ ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ട്രാവൽ പ്ലാൻ ചെയ്യുന്നവർ അതുകൂടി നോക്കട്ടെ. വെള്ളിയാഴ്ച ഈ ഒരു 2 സംഭവങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ നമുക്ക് ഈ ഗോൾക്കൊണ്ട ഫോർട്ടിനടുത്ത് തന്നെ കുത്തുബ് ഷാഹി ടോംബൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല, ആക്ച്വലി സമയക്കുറവുണ്ടായിരുന്നുകൊണ്ട്. പക്ഷേ ഈ ഒരു ഗോൾക്കൊണ്ട ഫോർട്ട് അതുപോലെ മക്ക മസ്ജിദ് ചാർമിനാർക്ക് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുതാത്ത സ്ഥലമാണ്. നിങ്ങളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പോലും. അതുപോലെ ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരിക്കും ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ട്രാഫിക് കാരണം നമ്മുടെ വണ്ടി ചൂടായിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ടൊക്കെയാണ്. പിന്നെ എനിക്ക് പിറ്റേന്ന് ഏർലി മോർണിംഗ് റൈഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്തത്. അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഹുസൈൻ സാഗർ ലേക്കും അതിനടുത്തായിട്ട് പുതുതായിട്ട് പണിതിരിക്കുന്ന അംബേദ്കറിൻ്റെ പ്രതിമയും അതുപോലെ അവിടെ കാണാൻ പറ്റുന്ന ബുദ്ധ പ്രതിമയെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അങ്ങനെ ഹൈദരാബാദിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഹൈടെക് റോഡിലൂടെ വളരെ മനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ റൈഡ് തുടങ്ങിയേക്കാണ്. ഇന്നത്തെ ലക്ഷ്യം ഒരു കിഡിലൻ സ്പോട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ആഴ്ച നമ്മൾ ഈ എൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് അടുത്ത ഒരു റൈഡ് എങ്ങോട്ടാണെന്നുള്ള ഒരു അടിപൊളി സ്പോട്ടിലേക്കുള്ള ആ ഒരു റൈഡും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.